ഹായ് ഹലോ നിത്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തി ക്ലിക്കുഡിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളെ ഹരീഷിൻ്റെയും നീതുവിൻ്റെയും പ്രണയം അതിഗംഭീരമായിട്ട് മുന്നേറുന്നുണ്ട് കേട്ടോ. ഏടില്ലാത്തൊരു വണ്ടി എന്തായാലും നീതു ഹരീഷിൻ്റെ കടയിൽ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. ഹരീഷ് അതിൽ ഭയങ്കരമായിട്ട് മെനക്കെടുന്നുണ്ട്. ഹരീഷിനും അറിയാം നീതുവിനും അറിയാം കാര്യമായിട്ട് ആ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലാന്ന്. പക്ഷേ എന്തോ പ്രണയത്തിൻ്റെ ഭാഗമായിട്ട് ആ വണ്ടിയിൽ നന്നായിട്ട് ഹരീഷ് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ടിറ്റോനോട് ചോദിക്കുന്നുണ്ട്, ടിറ്റോ എന്താ അവൾ വരാത്തത്, വണ്ടി എടുക്കാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഹരീഷിനെ അവളുണ്ട് കാണാഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കൊതിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് പറയാൻ വയ്യ, വണ്ടി എടുക്കാൻ എന്താ വരാഞ്ഞെന്നാണ് ചോദിക്കുന്നത്. കാര്യം അവളെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആൾ വരുന്നുണ്ട്. വന്ന സമയത്ത് എന്താ ഇന്നലെ വണ്ടി എടുക്കാൻ വരാഞ്ഞത്, വൈകുന്നേരം വരാമെന്ന് പറഞ്ഞതാണല്ലോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അപ്പം നീതു പറയാണ്, ഓ ഭയങ്കര ബിസി ആയിപ്പോയി. എന്ത് ബിസി, ഇത്രമാത്രം എന്ത് പണിയാണ് ഉള്ളതെന്ന്. അങ്ങനെയൊന്നുമില്ല, എനിക്കിഷ്ടംമാതിരി പണിയുണ്ട്. എന്തായാലും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് നിശ്ചയം കുറിക്കാൻ ആൾ വരുമ്പോൾ നമുക്ക് ഈ വണ്ടി ഉണ്ട് വർക്ക്ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോരാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആദ്യമൊന്ന് ഹരീഷ് ഷോക്കായിട്ടുണ്ട് കേട്ടോ ആ കല്യാണക്കാര്യം കേട്ടപ്പോൾ. പിന്നെ സംഗതി മനസ്സിലായി. എന്തായാലും ടിറ്റോ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീതു ഹരീഷിനോട് കള്ളം പറയാണ്, ഹരീഷിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഹരീഷിന് കാര്യം മനസ്സിലായി. സത്യം പറഞ്ഞ ദേഷ്യത്തിന് ടിറ്റോ ഇട്ടിട്ട് നമ്മളെ നീതു അടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് പേടിച്ചില്ലേ, അതെനിക്ക് മനസ്സിലായി, അത് മതി, അതിന് വേണ്ടിയിട്ടാണ് നീ എങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വണ്ടി റെഡിയാണെന്ന് ചോദിക്കുമ്പോൾ റെഡി ആയിട്ടുണ്ട്, എന്താ കൊണ്ടുപോകാഞ്ഞത്, ഇവിടെ നന്നാക്കിയ വണ്ടി ഇങ്ങനെ ഇടാൻ പറ്റുമോ, ഞങ്ങൾക്ക് എന്നാലല്ലേ പുതിയ വണ്ടി വരുള്ളൂ എന്നൊക്കെ ഹരീഷ് പറയുമ്പോൾ നീതു ആ വണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. നന്നായോ ഇല്ലേ എന്നുള്ള അവൾക്കും കൂടി അറിയണ്ടേന്ന്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹരീഷ് ഒന്ന് ജസ്റ്റ് അവിടെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാത്രം ഓടിച്ചാൽ പോരാ, ആ ജംഗ്ഷൻ വരെ ഒന്ന് ഓടിക്കണം, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയട്ടോ. ആ സമയത്ത് ഹരീഷ് വണ്ടി എടുക്കുന്നുണ്ട്. ഹരീഷ് പോലും വിചാരിച്ചില്ല കേട്ടോ ഹരീഷിൻ്റെ ബാക്കിൽ വന്നിട്ട് അവൾ കയറുന്നു. അങ്ങനെ ഹരീഷിൻ്റെ ബാക്കിൽ വന്നിട്ട് നീതു കയറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തോളിലൊക്കെ പിടിക്കുന്നുണ്ട്. ഞാനും കൂടി ഒന്ന് കാണണമല്ലോ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണ്, വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഞാനും കൂടി അറിയണമല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് വെച്ചിട്ട് വണ്ടി എവിടെയെങ്കിലും നിന്ന് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും ഹരീഷിൻ്റെ ബാക്കിൽ കയറി സ്കൂട്ടിയിലൊന്ന് യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം നീതു ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയതാട്ടോ. അങ്ങനെ ഹരീഷിൻ്റെ കൂടെ നീതും കയറി അവർ ആ ജംഗ്ഷൻ വരെ ഒന്ന് ചുറ്റി കറങ്ങുന്നൊക്കെ ഉണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഒരു പാട്ടിലൂടെയാട്ടോ പോകുന്നത്. അതിഗംഭീരമായിട്ട് നീതു ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളും ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടെയുള്ള ഈ തോളിൽ പിടുത്തം നമ്മളെ ഹരീഷിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ മറ്റുള്ളവർ കാണുന്ന പേടിച്ചിട്ടാണോ എന്താണെന്നറിയില്ല, കൈയൊക്കെ ഇടയ്ക്ക് തട്ടി മാറ്റുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടെ അത് ആസ്വദിക്കുന്നുമുണ്ട് കേട്ടോ. കാരണം ഇടയ്ക്ക് നീതുവിൻ്റെ കൈ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ചുറ്റിക്കറങ്ങിയ ശേഷം നമ്മളെ ഹരീഷ് തിരിച്ച് കടയിൽ തന്നെ എത്തുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ചന്തു വരുന്നുണ്ട് കേട്ടോ. ചന്തു ആകെ ഷോക്കായി, ഇതെന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മളെ ടിറ്റോയും ചന്തുവും പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചവർ കടയിൽ തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും നീതുവിനും ഭയങ്കര കോളടിച്ചിട്ടുണ്ട് കേട്ടോ. അവൾ ആഗ്രഹിച്ച പോലെ സംഭവങ്ങളൊക്കെ നടന്നു. ഹരീഷും ആ യാത്ര ഇഷ്ടപ്പെട്ടു. വിചാരിക്കാതെ നീതുവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയല്ലോ. അങ്ങനെ പോയി തിരിച്ചു വന്നതിന് ശേഷം ഹരീഷും നീതുവും സംസാരിക്കുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വരില്ലേന്ന് ചോദിക്കും. ഇനി എന്തിനു വരണം, വണ്ടിയൊക്കെ നന്നാക്കിയില്ല, ഇനിയാണ് എന്തിനു വരണം, എല്ലാം വെറുതെ വന്നൂടെയെന്ന് ഹരീഷ് ചോദിക്കാട്ടോ. എന്തിനു വരും, അതിന് നിങ്ങൾ എന്നെ ലവ് ചെയ്യുന്നൊന്നുമില്ലല്ലോ എന്ന് പറയാട്ടോ നമ്മളെ നീതു. ചിലപ്പോൾ ചെയ്താലോ എന്നും വന്നാൽ എന്ന് പറയുമ്പോൾ നമ്മളെ നീതുവിന് ഭയങ്കരമായിട്ട് ലഡു പൊട്ടുന്നുണ്ട്. നീതു ആഗ്രഹിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഹരീഷ് ഡേ ബൈ ഡേ ആയിട്ട് ഓരോ ഹിന്റ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. സുഭാഷ് ചേട്ടനെ കല്യാണം ആലോചിച്ച കാര്യം, അതിന് വീണ്ടും നമ്മളെ ഹരീഷ് ഒന്നും കൂടി സോറി പറയുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു കാര്യം നമ്മളെ നീതുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. പക്ഷെ ഹരീഷിന് അത് ആലോചിച്ചിട്ട് കുറ്റബോധമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീതു സ്നേഹിക്കുന്ന അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ ഹരീഷും സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം നീതു ഷോപ്പിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഹരീഷിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നീതുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാത്തതിൽ ഭയങ്കരമായിട്ട് ടെൻഷനുണ്ട്. പിന്നെ അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. എല്ലാം ഇപ്പം നീതുവിനെ പോലെ തന്നെ ഹരീഷിനും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വൈകാതെ തന്നെ അവരുടെ പ്രണയം പരസ്പരം പറഞ്ഞ് പൂവണിയട്ടെ. എന്തായാലും ഇപ്പോൾ തമ്മിൽ അവരെ ഇഷ്ടമാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീതു അന്ന് പറഞ്ഞു എന്നല്ലാതെ ഹരീഷ് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഹരീഷിൻ്റെ ഓരോ ആക്ഷൻസിലൂടെ പിന്നെ ബോഡി ലാംഗ്വേജിലൂടെയൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ നീതു അവളുടെ വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോകുമ്പോൾ ഹരീഷ് ഭയങ്കരമായിട്ട് നീതുവിനെ നോക്കുന്നുണ്ട് കേട്ടോ. അവൾ മറയുന്നത് വരെ നോക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ നീതു പണ്ട് സ്നേഹിച്ചത് അതേപോലെ തന്നെ നമ്മളെ ഹരീഷും ഇപ്പോൾ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ചന്തുവിനും ടിറ്റോയ്ക്കൊക്കെ മനസ്സിലായി. ഹരീഷിൻ്റെ എന്തെന്നില്ലാത്ത ഇപ്പോഴത്തെ ഓരോ സന്തോഷം കാണുമ്പോഴേ. എന്തായാലും വൈകാതെ തന്നെ ഹരീഷിൻ്റെയും നീതുവിൻ്റെയും കല്യാണവും അതുപോലെ തന്നെയുള്ള അടിപൊളി സീനുകളൊക്കെ നമുക്ക് കാണാൻ കഴിയട്ടെ. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണമെന്ന് മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.